തിരുവചനം തിരുവചനം. ദൈവതിരുനാമത്തിന് എന്നെന്നും മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം പ്രായശ്ചിത്തം എന്നുള്ള വിഷയമാണ്. ദൈവസന്നിധിയിൽ നാമൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ പ്രായശ്ചിത്തം ചെയ്യുന്നവരായിട്ട് തീരണം. പ്രായശ്ചിത്തം നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തിൽ തന്നെ ജീവിക്കുമ്പോൾ സമൂഹത്തോടൊരു വ്യക്തി ഏതെങ്കിലും തരത്തിൽ കൊലപാതകം, കൊള്ള, മോഷണം, ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് അതിക്രമങ്ങൾ ചെയ്യുമ്പോൾ സമൂഹം ആ വ്യക്തിയെ വിസ്തരിച്ച് അവൻ്റെ പ്രവൃത്തികളോ അവളുടെ പ്രവൃത്തികളോ വിശകലനം ചെയ്ത് കുറ്റക്കാരനോ കുറ്റക്കാരിയോ എന്ന് കണ്ടാൽ സമൂഹം ആ വ്യക്തിയെ കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യിപ്പിക്കും. ചെയ്ത തെറ്റിന് അനുസരിച്ചാണ് പ്രായശ്ചിത്തം ചെയ്യിപ്പിക്കുന്നത്. ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രായശ്ചിത്തം ചെയ്യാൻ വിളിക്കപ്പെട്ടവരെന്നുള്ളതല്ല, ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കർത്താവിൻ്റെ സന്നിധിയിൽ ആരും നീതിമാന്മാരല്ല. നീതിമാൻ ദിവസത്തിൽ 7 പ്രാവശ്യം തിന്മ ചെയ്യുന്നു എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ആരാണ് ശരിയായ രീതിയിൽ ജീവിക്കുന്നത്, കുറ്റമറ്റവരായിട്ട് ജീവിക്കുന്നത്, യഥാർത്ഥത്തിലുള്ള നീതിയുള്ള വ്യക്തിയായിട്ട് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ആരും തന്നെയില്ല. പിന്നെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കരുണയൊന്നുകൊണ്ട് മാത്രമാണ്. ദൈവത്തിൻ്റെ കരുണയൊന്നുകൊണ്ട് മാത്രമാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 34-ാം അധ്യായത്തിൽ കർത്താവ് തന്നെപ്പറ്റി ക്ഷമാശീലനാണ്, അവൻ കാരുണ്യവാനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ അവിടുത്തെ കാരുണ്യം കൊണ്ടാണ്, അവിടുത്തെ ക്ഷമ മൂലമാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുകയാണ്. ഈ അവസരത്തിലാണ് ആത്മീയ ജീവിതത്തിൽ വളരാൻ, ദൈവസന്നിധിയിൽ വളരാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രായശ്ചിത്ത മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. പ്രായശ്ചിത്തം ചെയ്യേണ്ടത് എൻ്റെ ബാധ്യതയാണ്, എൻ്റെ കടമയാണ്. കാരണം എൻ്റെ തെറ്റിന് അനുസരിച്ച് ഞാൻ പ്രായശ്ചിത്തം ചെയ്യാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. പ്രായശ്ചിത്തം എന്ന് പറയുന്നത് ഒരു വ്യക്തി തൻ്റെ തെറ്റിന് അനുസരിച്ച് ആ വ്യക്തി ഏറ്റെടുക്കുന്ന ശിക്ഷയാണ് വാസ്തവത്തിൽ പ്രായശ്ചിത്തം. ഇത് നിർബന്ധിക്കപ്പെട്ട് ചെയ്യുന്നതല്ല, ഇതെൻ്റെ ആവശ്യമായിട്ട് മാറും. പ്രായശ്ചിത്തം ഒരു പരിധിവരെ ആത്മീയ ജീവിതത്തിൽ വളരുന്ന വ്യക്തിക്ക് മനസ്സിലാകുന്നൊരു സത്യമാണ്, പരിശുദ്ധാത്മ പഠിപ്പിക്കുന്നൊരു സത്യമാണ്. എൻ്റെ ആവശ്യമാണ് പ്രായശ്ചിത്തം ചെയ്യുക എന്നുള്ളത്. ഒരു മാനസാന്തരത്തിൻ്റെ ജീവിതത്തിലേക്ക്, ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ചയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു സത്യമാണ്, ആ നിമിഷം, മാനസാന്തരത്തിൻ്റെ ജീവിതം തുടങ്ങിയ നിമിഷം മുതൽ ഇനിയും മരിക്കുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒന്നാണ് പ്രായശ്ചിത്ത ജീവിതം. നമ്മൾ നിരന്തരമായിട്ടുള്ള പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരിക്കും. കാര്യം ഇതുവരെ പാപകരമായിട്ട് നമ്മൾ ജീവിച്ചവരാണ്. പാപകരമായിട്ട് ജീവിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നത് കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ, കൽപ്പനകളുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മളൊന്നുമല്ല, ഇനിയും ഏറെ നമ്മളിനിയും വളരാനുണ്ട്, നമ്മൾ കുറവുള്ളവരാണ്. ഈ കുറവുകളെപ്പറ്റിയുള്ള ബോധ്യമാണ് വാസ്തവത്തിൽ വളർച്ചയുടെ ഒരു മാനദണ്ഡം തന്നെ. അതുകൊണ്ടാണ് ഏറ്റവും അധികം വളർന്നിട്ടുള്ള പൗലോസ്ലീഹ ഞാൻ പാപികളിൽ അഗ്രഗണ്യനാണ് എന്ന് വിളിച്ചു പറയുന്നത്.
ആത്മീയ ജീവിതത്തിൽ വളരുന്നവർക്കെപ്പോഴും പാപബോധം ഉണ്ടായിക്കൊണ്ടിരിക്കും, വളർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പ്രായശ്ചിത്തം അനിവാര്യമാണ്. ഞാൻ എൻ്റെ കുറവുകളെപ്പറ്റി ബോധ്യമുള്ള വ്യക്തിയായിട്ട് ഞാൻ തീരുമ്പോഴാണ് എനിക്ക് പ്രായശ്ചിത്തം ചെയ്യാതിരിക്കാൻ സാധിക്കുന്നില്ല. പൈശാചിക ശക്തി സാത്താൻ ഒരു പരിധിവരെ നമ്മൾ കുഴപ്പമില്ല, സാരമില്ല എന്ന് നമ്മുടെ കുറവുകളെയും പാപങ്ങളെയും നോക്കിയവൻ പറയും. പക്ഷേ നമുക്ക് ദൈവത്തെ നോക്കുമ്പോൾ അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോഴാണ് നമ്മുടെ കുറവുകൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു വസ്തു പ്രകാശത്തിലേക്ക് കൂടുതൽ അടുക്കുമ്പോഴാണ് ഒരു വസ്തുവിൽ അതുവരെ കാണാത്ത കുറവുകളൊക്കെ പോരായ്മകളൊക്കെ വെളിപ്പെടുന്നെന്നുള്ള സത്യം നമുക്കറിയാം. ഇതുപോലെ തന്നെയാണ് വിശുദ്ധരുടെ ജീവിതം. അവർ കൂടുതൽ വിശുദ്ധിയിലേക്ക് വളരുന്നതിനനുസരിച്ച് അതുവരെ അവർ തിരിച്ചറിയാത്ത തെറ്റുകളും കുറവുകളും അവരുടെ പോരായ്മകളുമൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് അവർ പാപികളാണ്, അശുദ്ധരാണ്, അയോഗ്യരാണ് എന്നൊക്കെ ദൈവസന്നിധിയിൽ നിലവിളിച്ച് പറയുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. യെശയ്യായുടെ പുസ്തകത്തിലെ 6-ാം അധ്യായത്തിൽ സ്വർഗീയ സിംഹാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന അവസ്ഥയിൽ എസെക്കിയേൽ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. അയ്യോ എനിക്ക് ദുരിതമെന്ന് പറയുന്നതിൻ്റെ കാരണം യെശയ്യാ ദീർഘദർശിക്ക് ഇങ്ങനെ പറയണമെങ്കിൽ അതേ വിശുദ്ധിയുടെ ഉറവിടത്തിൻ്റെ അടുത്തേക്ക് എത്താൻ ഇടയായിപ്പോയത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുറവുകളെപ്പറ്റി ബോധ്യമുള്ളവരാകുമ്പോൾ നമ്മൾ പ്രായശ്ചിത്തം നമ്മൾ ചെയ്യും. പ്രായശ്ചിത്തം ഓരോരുത്തരും അവരവരുടെ കുറവുകൾ മനസ്സിലാക്കി ദൈവസന്നിധിയിലേക്ക് നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് വിവേചിച്ചറിഞ്ഞ് അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അവർ തന്നെ അവരുടെ കുറവുകൾക്ക് ആനുപാതികമായിട്ട് ഏറ്റെടുക്കുന്ന ശിക്ഷയാണ് പ്രായശ്ചിത്തം എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. സംഖ്യാപുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് 14-ാം അധ്യായത്തിൽ 34-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വചനം നമ്മളെ ഇപ്രകാരം പ്രത്യേകം പഠിപ്പിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുന്നത്, തിരഞ്ഞെടുക്കപ്പെട്ട ജനത വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവജനം 40 പേരെ തിരഞ്ഞെടുത്ത് ഉറ്റുനോക്കുവാനായിട്ട് ആ നാട്ടിലേക്ക് അയച്ചു. 38 പേര് 40 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന് 40 പേരും തിരിച്ചു വന്നു. 40 ദിവസം കഴിഞ്ഞ് 38 പേര് തെറ്റായിട്ടുള്ള വിവരമാണ് ജനത്തിന് കൊടുത്തത്. 2 പേര് കാലവും ജോഷുവായും അവർ മാത്രമേ ദൈവ ആത്മാവിൻ്റെ ശക്തിയാൽ ശരിയായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ളൂ. അവരെ നയിച്ച ചൈതന്യം മറ്റൊന്നായിരുന്നുവെന്ന് വചനം നമ്മളെ അവിടെ പഠിപ്പിക്കുകയാണ്. ഈ 38 പേർ തെറ്റായിട്ടുള്ള ധാരണയാണ് ജനത്തിന് കൊടുത്തത്. ജനം അസ്വസ്ഥരായി. അവർ മോശയ്ക്കും അഹറോനും എതിരായിട്ട് പിറുപിറുത്തു. അവരെ മല്ലടിക്കാൻ തുടങ്ങി. അവർ ഈജിപ്തിലേക്ക് പോകാനായിട്ടുള്ള തീരുമാനം എടുക്കുന്ന അവസരത്തിൽ ദൈവം ഇടപെട്ട് അവരോട് പറയുകയാണ്, ഒരു ദിവസത്തെ പാപത്തിന് 1 വർഷം നിങ്ങളെക്കൊണ്ട് ഞാൻ പ്രായശ്ചിത്തം ചെയ്യിപ്പിക്കും. അപ്പോൾ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് പാപം ചെയ്യാൻ എടുക്കുന്ന സമയത്തിൻ്റെ അനേക മടങ്ങ് സമയം എടുത്ത് മാത്രമേ പ്രായശ്ചിത്തം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒരു ദിവസത്തെ പാപത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ കൊണ്ട് ദൈവം 1 വർഷം പ്രായശ്ചിത്തം ചെയ്യിപ്പിച്ചു. അങ്ങനെ 40 ദിവസത്തെ പാപത്തിന് 40 വർഷം അവരെക്കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യിപ്പിച്ച കർത്താവിൻ്റെ മുൻപിൽ ഞാനും നിങ്ങൾ നിൽക്കുമ്പോൾ
നമ്മുടെ ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രായശ്ചിത്തം ചെയ്യുക എന്നുള്ളത്. പ്രായശ്ചിത്തം ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ ശരീരം പാപം ചെയ്യാൻ ഉപയോഗിച്ച ശരീരം, ഈ ശരീരമെന്ന് ഇവിടെ ഞാൻ വിവക്ഷിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ശരീരവും മനസ്സും, ഇന്ദ്രിയങ്ങളുള്ള ശരീരഭാഗവും ഇതിനുള്ളിലുള്ള മനസ്സും, ഇത് രണ്ടും കൂടെ ചേർന്ന ശരീരം, ഇത് രണ്ടും കൊണ്ടാണ് നമ്മൾ പാപം ചെയ്ത് പാപത്തിൻ്റെ സുഖം അനുഭവിച്ചത്. പാപം ചെയ്ത് പാപത്തിൻ്റെ സുഖം അനുഭവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഈ ശരീരത്തിൽ നിന്ന് പാപക്കറ വിട്ടു പോകണമെങ്കിൽ പ്രായശ്ചിത്തമാകുന്ന തീയിലൂടെ മാത്രമേ ഈ പാപക്കറ കഴുകിക്കളയാനോ മായ്ച്ചു കളയാനോ സാധിക്കത്തുള്ളൂ എന്ന കാര്യം നമ്മൾ ഓർക്കുകയാണ്. അങ്ങനെ പ്രായശ്ചിത്തം ചെയ്ത് വിശുദ്ധീകരിച്ച ഒരു ശരീരത്തിൻ്റെയോടുകൂടി വേണം നമ്മൾ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകാൻ എന്ന് നമ്മൾ ബോധ്യപ്പെടുകയാണ് വചനത്തിൻ്റെ വെളിച്ചത്തിൽ. പാപം ചെയ്ത ശരീരത്തെ വിശുദ്ധീകരിക്കാൻ പ്രായശ്ചിത്തമെന്ന ഈ പരിത്യാഗ പ്രവൃത്തി ഇല്ലാത്തിടത്തോളം കാലം നമുക്കൊരിക്കലും കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ശരീരത്തെ വിശുദ്ധീകരിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ ആത്മീയ ജീവിതത്തിൽ വളരാൻ തുടങ്ങിയോ, എന്ന് നമ്മൾ യഥാർത്ഥത്തിലൊരു വിശ്വാസ ജീവൻ നയിക്കാൻ ആരംഭിച്ചോ, അന്ന് മുതൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാ തിരിച്ചറിയുന്നൊരു കാര്യമാണ് പ്രായശ്ചിത്തം നമ്മുടെ ജീവിതത്തിൻ്റെ അവകാശമാണ്, ആവശ്യമാണ്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലൂടെയാണ് പാപം ചെയ്യാൻ ഉപയോഗിച്ച ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ ഈ പ്രായശ്ചിത്തം ചെയ്താണ് ഇതിനെ വിശുദ്ധീകരിക്കുന്ന, ഈ ശരീരത്തെയും മനസ്സിനെയും വിശുദ്ധീകരിക്കുന്നുള്ള സത്യം നമ്മൾ ഓർക്കുമ്പോഴാണ് ഇതെത്രയോ പ്രധാനപ്പെട്ടതാണ് പ്രായശ്ചിത്തം. ഈ പ്രായശ്ചിത്തം ജീവിതത്തിൽ ശക്തമാകുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ, ദൈവത്തിൻ്റെ മുമ്പിൽ പ്രീതികരമായൊരു ജീവിതം നമ്മൾ നയിക്കുന്നതിൻ്റെ അടയാളമായിട്ട് ദൈവം ഇടപെടുന്ന അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ പ്രായശ്ചിത്തം ചെയ്ത് ജീവിക്കുമ്പോൾ അതേതൊക്കെ രീതിയിൽ പ്രായശ്ചിത്തം ചെയ്യാമോ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. വിശുദ്ധരുടെ ജീവിതം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. കിടപ്പിലും നടപ്പിലും ഇരിപ്പിലും വസ്ത്രത്തിലും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഓരോരോ ക്രമീകരണങ്ങളിലും ഈ പ്രായശ്ചിത്ത മനോഭാവം കൊണ്ടു നടന്നവരും ആ രൂപയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തി ജീവിച്ച് കടന്നുപോരുമായിരുന്നു വിശുദ്ധരെങ്കിൽ നമുക്കും അനുകരിക്കാൻ അവരില്ലാതെ മറ്റാരാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ സഭയിലുള്ളത്? ഈ വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, പ്രായശ്ചിത്തത്തിൻ്റെ ഒരു ജീവിതം ചിട്ടപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ അത് വലിയ അനുഗ്രഹമായിട്ട് തീരും എന്നുള്ളതിന് സംശയം ഒന്നുമില്ല. ഈ ഒരവസരത്തിലാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രായശ്ചിത്ത ജീവിതം, പ്രായശ്ചിത്ത അരൂപി ഇതെത്രമാത്രം നമ്മൾ ശക്തമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്, ഇതിലെന്തുമാത്രം വളരുന്നുണ്ട് എന്നുള്ളത് ഓർത്തുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് നമ്മളിലേക്ക് നമുക്ക് തിരിയാം. ഇങ്ങനെ നമ്മൾ പ്രായശ്ചിത്തം ചെയ്ത് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ വിശുദ്ധീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് നമ്മളെ പിന്നീട് മറ്റൊരു തലത്തിലേക്ക് വളർത്താനുള്ള സാധ്യതയുണ്ട്. അത് നമുക്കറിയാം, വിശുദ്ധരൊക്കെ ചെയ്ത് അങ്ങനെയാണ്. പരിഹാരം ചെയ്യാനുള്ള യോഗ്യതയിലേക്ക് നമ്മൾ വളരും. പരിഹാരം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? പരിഹാര ജീവിതമെന്ന് പറയുന്നത് മറ്റൊരു വ്യക്തി കൊടുക്കേണ്ട വില ദൈവസന്നിധിയിൽ
ആ വ്യക്തിക്ക് വേണ്ടി ഞാനോ അതിലെ മറ്റൊരു വ്യക്തിയോ കൊടുക്കുന്നതാണ് പരിഹാരമെന്ന് പറയുന്നത്. ആ വിലയാണ് പരിഹാരം. അതുകൊണ്ട് പാപം ചെയ്ത ലോകത്തിന് പരിഹാരം ചെയ്ത കർത്താവ്, അതാണ് കർത്താവിൻ്റെ പീഡാനുഭവം, കുരിശുമരണം. ഇനിയും പരിഹാരം ചെയ്യണമെങ്കിൽ പരിഹാരം ചെയ്യുന്ന വ്യക്തിക്ക് ചില യോഗ്യതകളുണ്ടായിരിക്കണം. വ്യഭിചരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നത് വ്യഭിചാരം ചെയ്യാത്ത വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ഒരു കാലത്ത് ചെയ്തവരും എന്നാൽ അനുതപിച്ച് പ്രായശ്ചിത്തം ചെയ്ത് ദൈവസന്നിധി തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച വ്യക്തികളും ഇപ്പോൾ ആ പാപത്തിൽ നിന്ന് ഏറെ നാളായിട്ട് മോചിതരായി ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ യോഗ്യതയുള്ളവരായിട്ട് തീരുന്നവർക്ക് മാത്രമേ വ്യഭിചാരിക്ക് വേണ്ടി വ്യഭിചാരം ചെയ്യാത്ത വ്യക്തിയായിട്ട് പരിഹാരം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ മോഷ്ടിക്കുന്ന വ്യക്തിക്ക് വേണ്ടി മോഷ്ടിക്കാത്ത വ്യക്തിയായിരിക്കണം. അതുപോലെ അശുദ്ധനായ ഒരു വ്യക്തിക്ക് അശുദ്ധിയുള്ള വ്യക്തിക്ക് വേണ്ടി വിശുദ്ധിയുള്ള വ്യക്തിക്ക് മാത്രമേ പരിഹാരം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കളങ്കിതന് വേണ്ടി നിഷ്കളങ്കന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് പരിഹാരം ചെയ്യണമെങ്കിൽ അതിന് യോഗ്യതയുണ്ടായിരിക്കണം. പാപം ചെയ്ത ലോകത്തിന് വേണ്ടി പരിഹാരം ചെയ്യണമെങ്കിൽ പാപമില്ലാത്തവൻ കൊണ്ടേ സാധിക്കത്തുള്ളൂ. അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ടാണ് ലോകത്തിൽ ആരും ആ പാപമില്ലാത്ത അവസ്ഥയിൽ ഇല്ലായിരുന്നുകൊണ്ട് ദൈവം തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ച് അവനെക്കൊണ്ട് പരിഹാരം ചെയ്യിപ്പിച്ചാണ് നമ്മളൊക്കെ വീണ്ടെടുക്കപ്പെട്ടത്. നമുക്ക് വേണ്ട വില കൊടുത്തത്, പാപത്തിന് പകരമായിട്ട് കൊടുത്തത് എന്നുള്ള സത്യം വചനം മുഴുവൻ നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ പാപം ചെയ്ത നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് മാനസാന്തരപ്പെട്ട് കടന്നു വന്ന് പ്രായശ്ചിത്തത്തിലൂടെ നമ്മളെ വിശുദ്ധീകരിച്ച് ആ വിശുദ്ധീകരണ ജീവിതം നമ്മളെ പരിഹാരം ചെയ്യാൻ യോഗ്യതയുള്ള വ്യക്തികളായിട്ട് മാറ്റും. അതുകൊണ്ടാണ് കർത്താവ് പരിഹാരം ചെയ്തത് ശരീരമെടുത്താണ് പരിഹാരം ചെയ്തത്. യെശയ്യായുടെ പുസ്തകത്തിലെ 53 നമ്മളെ പഠിപ്പിക്കുന്നു. സഹനദാസനെ പറ്റി പറയുന്നു. അവൻ വഹിച്ചത്, അവൻ മുറിവേറ്റത്, അവൻ പീഡിപ്പിക്കപ്പെട്ടത്, അവൻ വിരൂപമാക്കപ്പെട്ടത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നും ഇതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള വിശുദ്ധ ജീവിതങ്ങളുടെ പരിഹാര ജീവിതം വഴിയാണ്, അവരുടെ ത്യാഗം വഴിയാണ്, അവരുടെ ജീവിതത്തിൽ അവരേറ്റെടുക്കുന്ന ദൈവസന്നിധിയിൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്കുന്ന വില കൊണ്ടാണ് ഇന്ന് അനേക ലോകത്തിൽ രക്ഷപ്പെടുന്നതും മാനസാന്തരപ്പെടുന്നതും ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ദൈവമക്കളായിട്ട് സ്വീകരിക്കപ്പെടുന്നതിൻ്റെയും പ്രധാനപ്പെട്ട കാര്യം ആരെങ്കിലും അവർക്ക് വേണ്ടി യോഗ്യത കൂടെ വില കൊടുത്തത് കൊണ്ടാണ്. ഈ ഒരു അനുഭവം ഈ തലത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളും ഇതുപോലെ പരിഹാരം ചെയ്ത് അനേക മക്കളെ, ആത്മാക്കളെ നേടുവാൻ വിളിക്കപ്പെട്ട ജീവിതമാണ് നമ്മുടെ ജീവിതം. ശരീരമുള്ളപ്പോൾ മാത്രമേ ഇങ്ങനെ നമുക്ക് പരിഹാരം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ശരീരമുള്ളപ്പോഴേ പരിഹാരം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ശരീരമില്ലാത്തപ്പോൾ പരിഹാരം ചെയ്യാൻ സാധിക്കത്തില്ല. ശരീരമുള്ളപ്പോൾ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ശരീരത്തിൽ നമ്മൾ പുറത്ത് കടക്കുന്നതിന് മുമ്പ് തന്നെ ഈ ശരീരം കൊണ്ട് അനേകരെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഉപകരിക്കുന്ന ഒന്നാണ് നമ്മൾ കൊണ്ടു കിടക്കുന്ന ശരീരം. എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയും അനേക ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും വില കൊടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ ശരീരമെന്ന് നമ്മൾ തിരിച്ചറിയുക. അതേസമയം ഇത് വേണ്ട രീതിയിൽ, ഈ രീതിയിൽ
ഉപയോഗിക്കപ്പെടുന്നില്ലെങ്കിൽ, കൈകാര്യം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ, ഇത് എൻ്റെ ആത്മരക്ഷയ്ക്കും അനേകരുടെ ആത്മരക്ഷയ്ക്കും തടസ്സവും പാപമായിരിക്കും എന്നുള്ള സത്യവും നമ്മൾ തിരിച്ചറിയുക. കാരണം എന്നെയും അനേകാത്മാക്കളെ നശിപ്പിക്കാൻ കഴിയുന്ന ഒരു വലിയ ഒരു മാരകമായ ഒരു വസ്തുവാണ് ഒരു പരിധിവരെ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ശരീരമെന്നും. എന്നാൽ അനേകർക്ക് വേണ്ടി വില കൊടുക്കാൻ എൻ്റെ കയ്യിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു വസ്തുവെന്നോ അവസ്ഥയെന്നോ പറയാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ശരീരം. ശരീരമുള്ളപ്പോൾ മാത്രമേ നമുക്കിങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ കർത്താവ് ശരീരമെടുത്ത് നമ്മെപ്പോലൊരുവനായി മനുഷ്യനായി അവതരിച്ച് അവസാനം ഈ ശരീരം കൊണ്ടാണ് നമുക്ക് വേണ്ടി വില കൊടുത്തതെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മൾ തുടരേണ്ടതും ഇതുതന്നെയാണ്. അനേക വിശുദ്ധരും ഇതുതന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ലോകത്തിൽ ജീവിക്കുന്ന താൽക്കാലികമായി നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന അവസ്ഥയിൽ നമ്മളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് പ്രായശ്ചിത്തം ചെയ്ത് വിശുദ്ധീകരിച്ച ശരീരം കൊണ്ട് അനേകാത്മാക്കളെ നേടുവാൻ, പരിഹാരം ചെയ്ത് നേടുവാൻ നമുക്ക് ഉപകരിക്കുന്ന ഒന്നാണ് നമ്മുടെ ശരീരമെങ്കിൽ ഈ ശരീരത്തിലാണ് നമ്മുടെ രക്ഷയും അനേക ആത്മാക്കളുടെ രക്ഷയും ഇരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മളൊരിക്കലും മറക്കരുത്. ആരെങ്കിലും വില കൊടുത്തെങ്കിൽ മാത്രമേ ആരെങ്കിലും മാനസാന്തരപ്പെടുകയുള്ളൂ, രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയുള്ളൂ. എസെക്കിയേലിൻ്റെ പുസ്തകത്തിലെ 4-ാം അധ്യായത്തിൽ 5 മുതലുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ എസെക്കിയേൽ പ്രവാചകനിലൂടെ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. മനുഷ്യപുത്ര, നീ ഇസ്രായേലിൻ്റെ പാപഭാരം വഹിക്കണം 390 ദിവസത്തേക്ക്. അത് കഴിഞ്ഞിട്ട് നീ 40 ദിവസം യൂദയായുടെ പാപഭാരം വഹിക്കണം. അതനുസരിച്ച് നീ ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഭക്ഷണം ക്രമീകരിക്കണം, കിടപ്പ് ക്രമീകരിക്കണം, നിനക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ അനുവാദമില്ല എന്നൊക്കെ പറയുന്നൊരു വചനഭാഗം എസെക്കിയേലിൻ ഉപവാസം, നോമ്പ് ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇസ്രായേൽ ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വില കൊടുക്കുന്ന പ്രവാചകൻ, യൂദാ ജനത്തിന് വേണ്ടി വില കൊടുക്കുന്ന പ്രവാചകൻ, ദൈവം അവനെക്കൊണ്ട് വില കൊടുപ്പിക്കുകയാണ്, പരിഹാരം ചെയ്യിപ്പിക്കുകയാണ്. ഇതുപോലെ പരിഹാരം ചെയ്യാൻ യോഗ്യതയുള്ളൊരു വ്യക്തിയുടെ പ്രാർത്ഥനയും ഒരു വ്യക്തിയുടെ നിലവിളിയും ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലേക്ക് ദൈവകൃപ ഇറക്കിക്കൊണ്ടുവരും. ഇങ്ങനെയുള്ളൊരു വ്യക്തി ഒരു കുടുംബത്തിലുണ്ടായിരിക്കണം, ഒരു സഭയിലുണ്ടായിരിക്കണം, ഇടവയിലുണ്ടായിരിക്കണം. ദൈവസന്നദ്ധിയിലേക്ക് കരങ്ങളുയർത്തിക്കൊണ്ട് ദൈവമേ എന്ന് വിളിക്കാൻ യോഗ്യതയുള്ള, പരിഹാരം ചെയ്ത് നിലവിളിക്കുന്ന, അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി കാരണമാകുന്ന പ്രാർത്ഥന ദൈവസന്നദ്ധിയിലേക്ക് നടത്തുവാൻ വില കൊടുത്ത് ദൈവത്തിൻ്റെ കരുണ ഇറക്കിക്കൊണ്ടുവരാൻ കഴിവുള്ള വ്യക്തികളുടെ സാന്നിധ്യമാണ് നമ്മുടെയൊക്കെ രക്ഷ എന്നുള്ള കാര്യം നമ്മളൊരിക്കലും മറക്കരുത്. ഇങ്ങനെയുള്ള വ്യക്തി മോശ അമോന്യരുമായിട്ടുള്ള യുദ്ധത്തിൽ ഉൽപ്പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 17-ാം അധ്യായത്തിലെ മലയുടെ മുകളിൽ കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മോശയുടെ കരങ്ങളിലൂടെ ഇറങ്ങി വന്ന ശക്തിയാണ് ഇസ്രായേൽ ജനത്തെ യുദ്ധത്തിൽ ജയിപ്പിച്ചതെങ്കിൽ ഇതേ അനുഭവമാണ് പ്രായശ്ചിത്തം ചെയ്ത് പരിഹാരം ചെയ്യാൻ യോഗ്യതയുള്ള വ്യക്തികളുടെ കരങ്ങൾ ഉയർന്നിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന ശക്തി ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികളിലേക്കും ചുറ്റുപാടുകളിലേക്കും വ്യാപരിക്കും. ഇങ്ങനെയുള്ള വ്യക്തികളായിരിക്കണം കുടുംബത്തിൽ വേണ്ടത്, ഇടവകയിൽ വേണ്ടത്, തിരുസഭയിൽ വേണ്ടത്, ലോകത്തിൽ വേണ്ടത്. ഇങ്ങനെ പരിഹാരം ചെയ്യാൻ യോഗ്യതയുള്ള വ്യക്തികളെ നമുക്ക് ലഭിക്കുമ്പോൾ അതൊരു അനുഗ്രഹമാണ്. അവർ കൊടുക്കുന്ന വിലയാണ് വാസ്തവത്തിൽ
നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം എന്നുള്ള കാര്യവും നമ്മൾ തിരിച്ചറിയുക. കർത്താവിൻ്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും ഇതുപോലെ പ്രായശ്ചിത്തം ചെയ്ത് പരിഹാരം ചെയ്ത് അനേകരെ രക്ഷപ്പെടുത്തി കടന്നു പോകാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവിതമാണ് ഈ ലോക ജീവിതം എന്നുള്ള സത്യം ഓർത്തുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഈ ഉത്തരവാദിത്വം ഏറ്റവും ഗൗരവത്തോടുകൂടി ഏറ്റെടുക്കാം. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ ആമേൻ.